മനസ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ, ബലിയായി നൽകുന്നു ഞാൻ. അന്താരയൊരു അവതാരയൊരു അടയാളി ബലിവേദിയിൽ ഒരു മനമാ ഒരു സ്വരമാ അണയാമി ബലിവേദിയിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടെ. അപ്പോസ്തലന്മാരായ തിരുനാൾ ദിനത്തിലെ വിശുദ്ധ അപ്പോസ്തലനായ ശിമോൻ, സൈമൺ, രണ്ട് അപ്പോസ്തലന്മാരെയാണ് ഞാൻ സ്മരിച്ചിട്ട് ബലിയർപ്പിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഈ രത്നാബലിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കർമ്മലമാതാ വള്ളം, അതുപോലെ യേശു തമ്പുരാൻ വെള്ളം അവരുടെ പ്രത്യേകമായിട്ടുള്ള നിയോഗത്തിലും, അതുപോലെ തന്നെ ഇവിടുത്തെ മുൻവികാരിയായിരുന്ന സാംസൺ അച്ഛൻ്റെ 45-ാം ജന്മത്തെ അദ്ദേഹത്തിന് വേണ്ടിയും, അതുപോലെ തന്നെ വില്ലി ജസ് ചെറിയ പറമ്പിൽ 30ാമത്തെ വിവാഹ ആനിവേഴ്സറി, അതുപോലെ തന്നെ 30ാമത്തെ വിവാഹ ആനിവേഴ്സറി ജോയിയും റോസിയുടെയും. അതോടൊപ്പം തന്നെ നമ്മളുടെ പരേതരായിട്ടുള്ള സിഗ്ബ ടിക്കോത്ത്, ജോൺ ജസ്റ്റിൻ ജോൺ വടക്കേടത്ത്, അൽഫോൺസ് കൊറയ, ആൽഫി ടിക്കോത്ത്, ഉമ്മച്ചൻ പുളിക്കൽ, ജോസഫ് പാനേഴത്ത്, ട്രീസ ഹരിയ, ദേവസി കുന്നേൽ, ഗ്രേസ് സെബാസ്റ്റ്യൻ പാണ്ഡ്യാലക്കൽ, ഇവരെയും ഓർത്ത് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. സഹോദരരെ, ഈ ബലിയർപ്പണം ദൈവത്തിൽ സ്വീകാര്യമാകുന്നതിനായി നമ്മുടെ തെറ്റുകളെയും പാപങ്ങളെയും മനസ്തപിച്ച് ദൈവത്തോട് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും എന്തെല്ലാം വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വീക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എനിക്ക് വേണ്ടി കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർ സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ കുഞ്ഞാടേ, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധരായ അപ്പോസ്തലന്മാർ വഴി അങ്ങേ നാമം ഏറ്റുപറയാൻ അങ്ങ് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകിയല്ലോ. വിശുദ്ധരായ സൈമൻ്റെയും യൂദായുടെയും മാധ്യസ്ഥത്താൽ അങ്ങിൽ വിശ്വസിക്കുന്ന ജനങ്ങളുടെ വർധന വഴി സഭ നിരന്തരം വളരാൻ കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. വിശുദ്ധ ശമയോനും വിശുദ്ധ യൂദാ തദ്ദേവൂസും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. സഹോദരരെ, ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പസ്തോലന്മാരും പ്രവാചകരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമുന്നയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു, അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു, രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിന്റെ അതിർത്തിയോളം എത്തുന്നു. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് അവിടുത്തെ പാടി പുകഴ്ത്താം. കർത്താവേ, അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരുടെ ഗണം അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച്
അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേര് നൽകി. അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ശിമയോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയോ, മത്തായി, തോമസ്, ഹെൽപ്പയുടെ മകനായ യാക്കോബ്, തീവ്രവാദിയായി അറിയപ്പെട്ടിരുന്ന ശിമയോൻ, യാക്കോബിൻ്റെ മകനായ യൂദാസ്, ഒറ്റുകാരനായി തീർന്ന യൂദാസ് കറിയോത്ത് എന്നിവരാണ്. കർത്താവിൻ്റെ സുവിശേഷം. ഇന്ന് നമ്മൾ വിശുദ്ധരായ സൈമണും യൂദായും യൂദാസ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് മറ്റൊരാളെയാണ് ലൂക്കായുടെ സുവിശേഷത്തിലെ 10-ാമത്തെയും 11-ാമത്തെയും പേരുകളാണ് ഈ 2 അപ്പോസ്തലന്മാർ. തീക്ഷ്ണമതി എന്നാണ് സൈമൺ അറിയപ്പെട്ടിട്ടുള്ളത്. തീക്ഷ്ണമതി എന്ന് വെച്ചാൽ എന്തിനുള്ളത്? വിശ്വാസത്തിലുള്ള തീക്ഷ്ണമതി. വിശ്വാസം ബോധ്യമായിട്ട് ജീവിച്ച ഒരു വ്യക്തി എന്നുള്ള തീക്ഷ്ണമതിയായിരുന്നു. വിശ്വാസ കാര്യങ്ങളിൽ യാതൊരു ഒത്തുതീർപ്പിനും സന്നദ്ധമാകാത്ത ഒരു വ്യക്തി എന്നുള്ള രീതി. അതുപോലെ തന്നെ യൂദായും അറിയപ്പെട്ടിരുന്നത് ഒരു വലിയൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇവർ 2 പേരും യേശുവിന് രക്തം ചിന്തി അവരുടെ വിശ്വാസം സംരക്ഷിച്ചു. പൗലോസ്ലീഹ ഇവരെക്കുറിച്ച് പറയുമ്പോൾ 1-ാമത്തെ വായനയിൽ ഓർമ്മിപ്പിക്കുന്നത് യേശുവാകുന്ന മൂലക്കല്ലിന്മേൽ, യേശുവാണ് മൂലക്കല്ല്, സഭയുടെ ഭവനത്തിൻ്റെ മൂലക്കല്ലാണ്. എല്ലാത്തിനെയും താങ്ങി നിർത്തുന്നത് യേശുവാണ്. ഉചിതനായ യേശുവിൻ്റെ അനുഭവം അവർ അനുഭവിച്ച് അത് പങ്കുവച്ചവരാണ് അപ്പോസ്തലന്മാർ എല്ലാവരും. അവർ ജീവിതകാലം മുഴുവൻ യേശുവിൻ്റെ കൂടെ നടന്നു, 3 വർഷത്തോളം കൂടെ നടന്നു. അതിനുശേഷം ഉത്ഥാനജ യേശുവിൻ്റെ അനുഭവത്തിൽ അവർ ശക്തരായി. അവർ സഭയുടെ അടിസ്ഥാന ശിലകളായി മാറി. 12 അടിസ്ഥാന ശിലകളാണ്. ഈ 12 അടിസ്ഥാന ശിലകൾ എന്ന് വെച്ചാൽ അവരുടെ അടിസ്ഥാനമായിട്ടുള്ള അനുഭവമാണ്, വിശ്വാസത്തിൻ്റെ അനുഭവമാണ്, ആ ബോധ്യമാണ്. ആ ബോധ്യത്തിലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ഈ സഭയുടെ അംഗങ്ങളാണ്. ഈ അടിസ്ഥാനത്തിൽ അവർ കൈമാറിയ വിശ്വാസം, ആ വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ തീക്ഷ്ണതയുള്ള വിശ്വാസത്തിൽ നമ്മളും വളർന്ന ഒരു ഭവനമായി തീരണം എന്ന് പത്രോസ്ലീഹ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ വചനമനുസരിച്ച് യേശുവിൻ്റെ ഭവനത്തിൻ്റെ അംഗങ്ങളായി മാറുമ്പോൾ, ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ അംഗങ്ങളായി മാറുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം അത് നമുക്ക് ലഭിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ അപ്പോസ്തലന്മാരെ മധ്യസ്ഥരായിട്ടുള്ള അപ്പോസ്തലന്മാരായിട്ടുള്ള സൈമൺ, യൂദായെ എന്ന് അനുസ്മരിച്ചുകൊണ്ടും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ തുടരാം. സഹോദരരെ, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും ലോകത്തിനു വേണ്ടി നാം ഇപ്പോൾ അർപ്പിക്കുന്ന പ്രാർത്ഥനയിൽ നമുക്കും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സഹജനങ്ങൾക്കും വേണ്ടി കർത്താവായ ക്രിസ്തു നമുക്ക് പ്രാർത്ഥിക്കാം. സകല ക്രൈസ്തവ ജനത്തിനും വേണ്ടി ദൈവിക നന്മയുടെ സമൃദ്ധിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങിൽ ഇതുവരെയും വിശ്വസിക്കാത്ത എല്ലാവർക്കും വേണ്ടി ആത്മീയ ദാനങ്ങളുടെ ദാതാവിന് നമുക്ക് അപേക്ഷിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പൂർണ്ണ വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിക്കുകയും കർത്താവിൻ്റെ കാരണം യാചിക്കുകയും ചെയ്യുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി രക്ഷകന്റെ കാരണത്തിന് നമുക്ക് അപേക്ഷിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിൻ്റെ നന്മ പ്രതീക്ഷിക്കുന്ന നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണ നമുക്ക് അപേക്ഷിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്ന് നമ്മൾ പ്രത്യേകം അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് അങ്ങേ കാരുണ്യത്തിൻ്റെ ചെവി ചായ്ക്കുകയും അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരെ പ്രാർത്ഥനകൾക്ക് അനുവാദം ശ്രവിക്കുകയും ചെയ്യണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. സ്നേഹത്തിലൊന്നായി ഞങ്ങൾ
ത്യാഗത്തിന്നൽ താരകിൽ ജീവാർപ്പണം ചെയ്യുക. കർത്താവേ നിന്നിടുന്നു സ്നേഹത്തിൽ ഒന്നായി ഞങ്ങൾ ത്യാഗത്തിന്നൽ താരകിൽ ജീവാർപ്പണം ചെയ്യുക. കർത്താവേ നിന്നിടുന്നു സ്വീകരിച്ചിടണമേ ഞങ്ങളുടെ ദർശനങ്ങൾ. സ്വീകരിച്ചിടണമേ ഞങ്ങളുടെ ദർശനങ്ങൾ. പാപികളാമിവരിൽ ദാനങ്ങൾ തുകിടണേ. പാപികളാമിവരിൽ ദാനങ്ങൾ തുകിടണേ. സഹോദരന്റെയും നിങ്ങളുടെയും ബലി ദൈവത്തിന് സ്വീകാര്യമാകുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കുന്ന സ്നേഹിക്കും നമ്മുടെ അവിടുത്തെ ദുരുശ്വരം മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അപ്പോസ്തലന്മാരായ വിശുദ്ധ സൈമണിന്റെയും യൂദായുടെയും അനശ്വര മഹിമ ആദരിച്ചുകൊണ്ട് ഞങ്ങളുടെ അർപ്പണം അങ്ങ് സ്വീകരിക്കുകയും ദിവ്യരഹസ്യങ്ങൾ അനുയുക്തമായി ആഘോഷിക്കുന്നതിന് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാതുചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അപ്പസ്തോലിക അടിസ്ഥാനത്തിൽ അങ്ങേ സഭയെ ഉറപ്പിച്ചു നിർത്തുവാൻ അങ്ങിടയാക്കി. അങ്ങനെ ഭൂമിയിൽ അങ്ങേ പരിശുദ്ധിയുടെ ശാശ്വത അടയാളമായി നിലനിൽക്കുകയും സമസ്ത ജനതകൾക്കും സ്വർഗീയ പ്രബോധനങ്ങൾ നൽകുകയും ചെയ്യുന്നു. ആകയാൽ ഇപ്പോഴും എപ്പോഴും മാലാഖമാരുടെ സർവ്വസൈന്യത്തോടും കൂടെ ഭക്തിനിർഭരമായ മനസ്സോടെ ഞങ്ങൾ അങ്ങയെ പ്രകീർത്തിക്കുകയും ആറ്റുവിളിച്ച് ആലപിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന.
കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങ് ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് പോലെ അങ്ങ് മരണം ഞങ്ങളെ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പിനെ ഞങ്ങളേറ്റ് പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണം ഉയർപ്പുമോർത്തുകൊണ്ട് അങ്ങേ തിരുമ്പ് നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാധിത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ഉപദേഷ്ടായ ജെയിംസ് മെത്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശനിദ്രയോളം ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടച്ചറിങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ യൗസേപ്പ്, ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ താരാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലേപ്പോ, നിന്നുള്ള പാലിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരം ഞങ്ങൾക്ക് നൽകുമാറാ
ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹം നീ ക്ഷമിക്കണം. പാപപരീക്ഷയിലുൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവെ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജവും ശക്തിയും മഹത്വവും നീക്കുമയുടേതാവുന്നു. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാർ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ള മനുഷ്യസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി. എൻ്റെ ആത്മാവിനെ സ്വീകരിച്ചു.
ദിവ്യകാരുണ്യമായും ഉള്ളിലെന്നും വന്നതിനും നവ്യദാനകുമാരെ തന്നതിനും ദിവ്യകാരുണ്യമായും ഉള്ളിലെന്നും വന്നതിനും നവ്യദാനകുമാരെ തന്നതിനും ആശ്വാസവചനങ്ങൾ ചെന്നതിനും ആത്മാവിൻ കുളിരായി തീർന്നതിനും ദിവ്യകാരുണ്യമായും ഉള്ളിലെന്നും വന്നതിനും നവ്യദാനകുമാരെ തന്നതിനും ആയിരം നന്ദി ആയിരം നന്ദി അവിടുത്തെ അലിവിനായി നന്ദി യേശുവേ. പുല്ലളിപ്പാടം വെടിഞ്ഞു പൂമണിമേടും കണ്ടുന്നു മുള്ളുകൾ തിങ്ങും വഴികളിൽ ഞാൻ മുറിവേറ്റു നന്നേ കുഴഞ്ഞു. പുല്ലളിപ്പാടം വെടിഞ്ഞു പൂമണിമേടും കണ്ടുന്നു മുള്ളുകൾ തിങ്ങും വഴികളിൽ ഞാൻ മുറിവേറ്റു നന്നേ കുഴഞ്ഞു. പേരു വിളിച്ചു നീ നെഞ്ചേറ്റുവാൻ ദിവ്യകാരുണ്യമായും ഉള്ളിലെന്നും വന്നതിനും നവ്യദാനകുമാരെ തന്നതിനും ആകാശതാരം പൊലിഞ്ഞു ആശകളൊന്നായു മരുഭൂവിലലയുന്ന നേരത്തു നിന്നെ കരനീറി ഞാൻ വിളിച്ചു. ആകാശതാരം പൊലിഞ്ഞു ആശകളൊന്നായു മരുഭൂവിലലയുന്ന നേരത്തു നിന്നെ കരനീറി ഞാൻ വിളിച്ചു. ദീപ്തി പരത്തി നീ വന്നുവല്ലോ ദിവ്യകാരുണ്യമായും ഉള്ളിലെന്നും വന്നതിനും നവ്യദാനകുമാരെ തന്നതിനും ദൈവമേ ഞങ്ങളെ വാഴ്ത്തുന്നു അങ്ങേയ്ക്കായും സ്തോത്രമേ. ഞങ്ങളെന്നും സ്തുതിക്കുന്നു നിത്യസൽപിതാവേ ആരാധിക്കുന്നു പാരാകേ ആരാധിക്കുന്നു പാരാകേ. ദൈവദൂതന്മാരെ വരും പിന്നെ സ്വർഗവാസികൾ സർവരും സ്വർഗവും
പ്രവേശാക്കം വൃന്ദം സ്വർഗസംഗീതം മീട്ടുന്നു. സൈന്യാധീശനാം ദൈവം സംശുദ്ധൻ സംശുദ്ധൻ നിത്യം സംശുദ്ധൻ സംശുദ്ധൻ നിത്യം സംശുദ്ധൻ. കാത്തിലൂനാഭാവിൻ ജനങ്ങളെ ആശിസേകണേ നിത്യവും. നീ ഭരിക്കുക നിൻ ജനങ്ങളെ കേൾക്കണേ. നിത്യവും ഞങ്ങളെ വാഴ്ത്തും നിൻ പാദവും സദാ പാവനാകും സദാ. ഇന്നു ഞങ്ങളിൽ പാപമേക്ഷയ നിന്നനുഗ്രഹം നൽകണേ. ആശ്രയിച്ചിവർ തീവ്രമായ തിങ്ങും കാരുണ്യം തുൽകുവാൻ അർപ്പിച്ചു നിന്നീലാശം ലജ്ജിതയില്ല ഞാൻ ലജ്ജിതയില്ല ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, സ്വീകരിച്ച കുദാശയുടെ ചൈതന്യത്താൽ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അപ്പോസ്തലന്മാരായ സൈമന്റെയും യൂദായുടെയും ആദരപൂർവകമായ പീഡാസഹനം ആഘോഷിക്കുന്ന ഞങ്ങളെ ഈ കൂദാശ അങ്ങേ സ്നേഹത്തിൽ നിലനിർത്തുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കരുണതൻ സാഗരമേ ശോകത്തിരകളിലലയുന്നേ. കരിവിൽ കരനീട്ടി സ്നേഹത്തീരത്തമ്മേ അണയ്ക്കുന്നു. മാതാവേ മാതാവേ മഹത്വത്തിൻ പ്രഭ ചൊരിയൂ. മാതാവേ മാതാവേ കൃപയാലേ വരമരുളും. കരുണതൻ സാഗരമേ ശോകത്തിരകളിലലയുന്നേ. കനിവിൻ കരം നീട്ടി സ്നേഹത്തീരത്തമ്മേ അണയ്ക്കുന്നു. മാതാവേ മാതാവേ മഹത്വത്തിൻ പ്രഭ ചൊരിയൂ. മാതാവേ മാതാവേ കൃപയാ